കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയാൽ പിന്നെയും നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവസരം ലഭിച്ചതോർത്ത് കർത്താവിന് നന്ദി പറയാം. നാം എത്രയൊക്കെ ചിന്തിച്ചാലും ജീവിതത്തിൽ പലപ്പോഴും നാം ചിന്തിക്കാത്ത തരത്തിലുള്ള നിലയിലുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകും. അതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിലെ സന്തത സഹചാരികളാണ് എന്ന് നാം ആശ്വസിക്കണം. സങ്കീർത്തനക്കാരനായ ദാവീദ് 18-ാം സങ്കീർത്തനത്തിൽ ആ സങ്കീർത്തനം എഴുതിയ പശ്ചാത്തലത്തെക്കുറിച്ച് അവിടെ വിവരിച്ചിട്ടുണ്ട്. ദൈവം ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, പ്രത്യേകിച്ച് ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചപ്പോൾ നന്ദി സൂചകമായി ദൈവത്തിന് പാടിയ സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം. അതിൻ്റെ 4-5 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. സ്തോത്രം. അതെ, മരണം എത്തിപ്പിടിച്ചതാണ്. മരണത്തിൻ്റെ പാശങ്ങൾ ചുറ്റി വരിഞ്ഞ് ദാവീദിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു വളരെ ആഗ്രഹിച്ചതാണ്. എന്നാൽ ദാവീദിന്റെ മേൽ ദൈവം അഭിഷേകം പകർന്നിരുന്നതുകൊണ്ട് ദൈവം അനുവദിക്കാതെ ദാവീദിനെ ഒന്നും ചെയ്യുവാൻ ആർക്കും സാധിക്കുകയില്ല. അതാണ് ശത്രുക്കൾക്ക് ദാവീദിന്റെ മേൽ ജയമെടുക്കുവാൻ കഴിയാതെ പോയതിൻ്റെ കാരണം. ദാവീദ് അവിടെ ചെയ്തൊരു കാര്യമുണ്ട്. തൻ്റെ കഷ്ടതയിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി. സ്തോത്രം. നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ, നമുക്ക് വേദന ഉണ്ടാക്കുവാൻ തക്കവണ്ണം എതിരാളികൾ ആഗ്രഹിക്കുമ്പോൾ നാം ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോട് നിലവിളിച്ച് സങ്കടങ്ങൾ അവൻ്റെ മുമ്പിൽ പകരുക. നിശ്ചയമായും നാം തകർന്ന ഹൃദയത്തോട് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുകയില്ല. സ്തോത്രം. ആ പ്രാർത്ഥന, ദാവീദിന്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ, ദൈവസന്നിധിയിലേക്ക് എത്തിയപ്പോൾ ദൈവം അവിടെ തൻ്റെ പ്രവർത്തികൾ ആരംഭിച്ചു. ശത്രുവിന് ദാവീദിനെ ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. ശത്രുക്കൾ ലജ്ജിച്ച് പരാജയപ്പെട്ടു പോയി. സ്തോത്രം. ദാവീദിനെ ദൈവം ഉയരത്തിൽ നിന്ന് കൈനീട്ടി പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും, എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. സ്തോത്രം. ദാവീദിനേക്കാൾ എന്തുകൊണ്ടും ശക്തിയും അധികാരവും സമ്പത്തും എല്ലാമുള്ള ആളുകൾ
ദാവീദിനെ വളഞ്ഞിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവരുടെ കൈകളിൽ ദാവീദിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ അവരെ രക്ഷിച്ച ജീവനുള്ള ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. സ്തോത്രം. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിനെ രക്ഷിച്ച ദൈവം ഇന്നും നമുക്ക് വേണ്ടിയും അത്ഭുതം പ്രവർത്തിക്കും. സ്തോത്രം. ദാവീദ് തൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, ആ പരമാർത്ഥതയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. 19 വാക്യം മുതൽ, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ദൈവം ദാവീദിനെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. സ്തോത്രം. അടുത്തതായിട്ട് പറയുന്നത്, യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി, എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു, എൻ്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. അവൻ്റെ വിധികളൊക്കെയും എൻ്റെ മുൻപിലുണ്ട്, അവൻ്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടുമില്ല. ഞാൻ അവൻ്റെ മുൻപാകെ നിഷ്കളങ്കനായിരുന്നു, അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. സ്തോത്രം. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ ദൈവം സഹായിക്കാതിരിക്കുമോ? ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പരമാർത്ഥതയുള്ളവൻ, നിഷ്കളങ്കൻ, കൈകൾ വെടിപ്പായിട്ടുള്ളവൻ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിനെ ശത്രുവിനൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ പൂർണ്ണമായ സുരക്ഷിതമായ വലയത്തിനുള്ളിൽ, കവചത്തിനുള്ളിൽ ദാവീദായിരിക്കുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ ദൈവം നമ്മുടെയും ദൈവമാണ്. ചിലപ്പോൾ ദാവീദിനുണ്ടായതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായില്ല എന്ന് വരാം. ശത്രു നമ്മെ നേരിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ വന്നില്ല എന്നിരിക്കാം. എന്നാലും തരം കിട്ടിയാൽ ശത്രു നമ്മെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കും, വേദനിപ്പിക്കുവാൻ ശ്രമിക്കും എന്നുള്ളത് നാം എപ്പോഴും ഓർത്തിരിക്കണം. അപ്പോഴെല്ലാം നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കുക, ദൈവത്തോട് വിളിച്ചപേക്ഷിച്ച് സങ്കടം അറിയിക്കുക. നിശ്ചയമായും സ്വർഗത്തിൽ നിന്ന് ദൈവം നമ്മുടെ നിലവിളി കേൾക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നിഷ്കളങ്കരാണെങ്കിൽ, ദൈവം നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ, നമ്മുടെ അന്ത്യം വരെ ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചുകൊള്ളും. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുന്ന ദൈവം, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം നിശ്ചയമായും നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനവും ആശ്വാസവും ധൈര്യവും നൽകി നമ്മെ ബലപ്പെടുത്തും. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. നമുക്കതുകൊണ്ട് ദാവീദിൻ്റെ അനുഭവത്തോട് ചേർന്ന് നമുക്കും ഈ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനും ഈ ദൈവത്തിൽ ആശ്രയിക്കുവാനും പൂർണ്ണമായിട്ടും ഈ ദൈവത്തിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്: നമ്മുടെ ദൈവം നമ്മളെ കൈവിട്ട് കളയുകയില്ല. ആരൊക്കെ നമ്മളെ കൈവിട്ട് കളഞ്ഞാലും, ആരൊക്കെ നമുക്ക് ശത്രുക്കളായി തീർന്നാലും,
ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യമായിട്ടിരിക്കുക. ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് നമ്മളെ സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്റ്ററുടെ എല്ലാവിധ പ്രാർത്ഥനകളും പ്രിയപ്പെട്ടവരെ നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.